ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫാമ വേൾഡ്. നമുക്കിന്ന് ആൻറ്റി ഗ്ലോക്കോമ ഡ്രഗ്സിനെ പറ്റി നോക്കാം. ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള പ്രോഗ്രസീവ് ഐ ഡിസോർഡർ ആണ്. IOP ഇൻട്രാ ഓക്കുലർ പ്രഷർ കൂടുമ്പോൾ നമ്മുടെ ഒപ്റ്റിക് നെർവ്, കണ്ണിനെയും തലച്ചോറിനെയും ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുന്നതിന് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. IOP കൂടുന്നത് അക്യൂസ് ഹ്യൂമറിൻ്റെ ഫോർമേഷൻ കൂടുമ്പോഴോ അല്ലെങ്കിൽ അക്യൂസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജ് കനാലിൽ എന്തെങ്കിലും തടസ്സം വരുമ്പോഴോ ആയിരിക്കും നമുക്ക് IOP കൂടുന്നത്. ഈ ഗ്ലോക്കോമ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള ബ്ലൈൻഡ്നെസ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഡ്രെയിനേജ് കനാൽ എന്ന് പറഞ്ഞ് രണ്ട് ടൈപ്പ് ഉണ്ട്. ട്രബക്കുലർ പാത്വേയും ഉണ്ട്, യുവിയസ് പ്ലെയറൽ ഔട്ട്ഫ്ലോയും ഉണ്ട്. ട്രബക്കുലർ പാത്വേ ആണ് മേജർ ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത്. പിന്നെ 4 ടൈപ്പ് ഗ്ലോക്കോമയുണ്ട്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ, കോഗ്നിറ്റീവ് ഗ്ലോക്കോമ, സെക്കൻഡറി ഗ്ലോക്കോമ. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ ട്രബക്കുലർ മെഷിൽ എന്തെങ്കിലും ഫോറിൻ ബോഡീസ് വന്ന് ബൈൻഡ് ചെയ്ത് ഗ്രാജുവലി അത് ക്ലോഗായി അക്യൂസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജിൻ്റെ ഫ്ലോ കുറയും. അങ്ങനെ IOP കൂടി ഒപ്റ്റിക്കൽ നെർവ് ഡാമേജ് ആവുന്നതാണ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ ഐറിസും കോർണിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അങ്ങനെ IOP കൂടിയിട്ട് ഒപ്റ്റിക് നെർവ് ഡാമേജ് ആവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കോഗ്നിറ്റൽ ഗ്ലോക്കോമയാണ്. കോഗ്നിറ്റൽ ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ ജനിക്കുന്ന സമയം മുതലേ കുട്ടികൾക്ക് ഗ്ലോക്കോമ ഉണ്ടാവുന്നതാണ് കോഗ്നിറ്റൽ ഗ്ലോക്കോമ. സെക്കൻഡറി ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ സ്റ്റിറോയിഡ് ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് കണ്ടന്റ് ക്രീംസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറിയുടെ ഭാഗമായിട്ടായിരിക്കും ഗ്ലോക്കോമ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനിലോട്ട് വരാം. ഫസ്റ്റ് വരുന്നത് PG അനലോഗ്സ് ആണ്, പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ്. അതിൽ വരുന്നത് ലെറ്റനോപ്രോസ്റ്റ്, വിമെറ്റോപ്രോസ്റ്റ്, ട്രാവോപ്രോസ്റ്റ്. നമ്മുടെ സീലിയറി മസിൽസിനെയൊക്കെ റിലാക്സ് ചെയ്തിട്ട് അക്യൂസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജിനെയാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞാൽ കോളിനർജിക് ഡ്രഗ്സ് ആണ്. കാർബക്കോൾ, പൈലോ കാർബൺ, ഫിസിയോസ്റ്റിക്മിൻ, എക്കോതയോഫേറ്റ്. അപ്പം ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്യൂസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജ് കനാലിനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ബീറ്റ ബ്ലോക്കേഴ്സ് ആണ്. ടിമലോള്, ബീറ്റാസോലോള്, ലീവോബിനലോള്. അപ്പോൾ ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്യൂസ് ഹ്യൂമറിൻ്റെ പ്രൊഡക്ഷനെ ആയിരിക്കും കുറയ്ക്കുന്നത്. പിന്നെ വരുന്നത് അഡ്രിനർജിക് അഗോണിസ്റ്റുകളാണ്. അഡ്രിനാൽ വരുന്നുണ്ട്, IP വരുന്നുണ്ട്, അപ്രാക്ലോണിൻ എന്നൊക്കെ വരുന്നുണ്ട്. അപ്രാക്ലോണിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടോപ്പിക്കലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് അക്യൂസ് ഹ്യൂമറിൻ്റെ ഫോർമേഷനെയാണ് കുറയ്ക്കുന്നത്. പിന്നെ വരുന്നത് IP വരുമ്പോഴത്തേക്കും അത് ട്രബക്കുലർ ഔട്ട്ഫ്ലോ, ട്രബക്കുലർ ഡ്രെയിനേജ് കനാല് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്യൂസ് ഹ്യൂമറിൻ്റെ ഫോർമേഷനും കുറയ്ക്കുന്നുണ്ട്. പിന്നെ വരുന്നതാണ് കാർബോണിക് ആൻഹൈഡ്രസ് ഇൻഹിബിറ്റേഴ്സ്. അതിൽ വരുന്നത് അസറ്റോസോളമൈഡും ഡോസോളമൈഡും. ഇത് രണ്ടും അക്യൂസ് ഹ്യൂമറിൻ്റെ ഫോർമേഷൻ തന്നെയാണ് കുറയ്ക്കുന്നത്. പിന്നെ രണ്ടാമത് പറഞ്ഞതാണ് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ. ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയിൽ എമർജൻസി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ആവശ്യം. ഓസ്മോട്ടിക് ഏജൻസുകളാണ് യൂസ് ചെയ്യുന്നത്.